എടി ബിഗ് ബോസ് സീസൺ 1 സാബുമോനാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റന്റും ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റും സാബുമോനാന്ന് പറഞ്ഞപ്പോ നീ എന്തോ പറഞ്ഞേ പേളിമണിയാണ്. ഇന്നലെ ഇട്ട വോട്ടിലെ 8000 പേര് വോട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാബുമോനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഓ തന്നെ തന്നെ. നമുക്ക് സെക്കൻഡ് സീസണിലോട്ട് വരാം. സെക്കൻഡ് സീസൺ എന്തുവാ 65 ദിവസമല്ലേ നടന്നുള്ളൂ? 65 ദിവസമല്ലേ 75 ദിവസമല്ലായിരുന്നോ? ഞാൻ 65 ദിവസമേ കണ്ടുള്ളൂ. അതെന്താ 65-ാം ദിവസം ഡോക്ടർ രജിത് കുമാറിനെ എവിക്ട് ചെയ്ത് വിട്ട് പിന്നെന്തിനാ ഷോ കാണുന്നത്? ഓ, രജിത് കുമാർ മാത്രമായിരുന്നോ ഷോയിലെല്ലാം? സെക്കൻഡ് സീസൺ കൊണ്ടുപോയത് രജിത് കുമാറും രജിത് കുമാറിന്റെ ഫാൻസും തന്നെയാണ്, അല്ലാതെ അവിടെ ആരുണ്ടായിരുന്നു? ഈ രജിത് കുമാർ എങ്ങനെ ഔട്ടായേ? ആ രേഷ്മയുടെ കണ്ണില് മുളക് തേച്ചിട്ട്, അതാണോ നിങ്ങളുടെ ഫാൻ? രേഷ്മയുടെ കണ്ണി മുളക് തേച്ചോ? ഷോയുടെ ഭാഗമായിട്ട് ചെയ്തതാണല്ലോ, അല്ലാതെ രേഷ്മയായിട്ട് രജിത് കുമാറിന് വല്ല കുടുംബോടൊക്കെ വല്ലതും ഉണ്ടായിരുന്നോ? എന്നാലും അതാണ് ഹീറോയിസം. ആ ടാസ്ക് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു സ്കൂളിനകത്ത് ഒരു വികൃതി കുട്ടി കാണിക്കുന്നത് പോലെയാണ് അയാൾ ചെയ്തത്. അതിനകത്ത് രജിത് കുമാർ മാപ്പ് പറയുകയും ചെയ്ത്. പിന്നെ ഈ ഫിസിക്കൽ അസോൾട്ടിനകത്ത് പുറത്താക്കണമായിരുന്നെന്നുണ്ടെങ്കിൽ രജിത് കുമാറിന്റെ വിരല് ഒടിച്ച ഫുക്രൂനെ ആയിരുന്നു ആദ്യം പുറത്താക്കണ്ടേ. അതിനെക്കാട്ടി വലിയ ഇത് കാണിച്ച ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വിട്. രജിത് കുമാറും രജിത് കുമാറിന്റെ ഫാൻസിന്റെയും പവർ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ രജിത് കുമാറിനെ എവിക്ട് ചെയ്തതിന് ശേഷമുള്ള മോഹൻലാൽ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയി നോക്കണം. അതിനകത്തുള്ള കമന്റ് അങ്ങോട്ടെടുത്ത് നോക്കണം. ഇനി എന്നിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസമുള്ള എയർപോർട്ടിലെ ഒരു ദൃശ്യമുണ്ട്, അതൊന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകത്തില്ല. കൊറോണയായിരുന്നു, എന്നിട്ട് ആൾക്കാരവിടെ എരച്ചു കയറി എയർപോർട്ടിൽ. അത്ര കണ്ട് നിങ്ങളുടെ രജിത് കുമാർ സാറിന്റെ ഫാൻസിന്റെ വിവരം നീ അതൊന്നും പറയണ്ട. പിന്നെ എന്നാ ശരി, ഞാൻ സമ്മതിച്ചു. രജിത് കുമാറിനെ കാട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് സീസൺ 2 ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരാളുടെ പേരൊന്ന് പറ. അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരാളുടെ പേര് പറ. അതിപ്പോ ഞാൻ പറയുന്നില്ല, ഇവര് പറയട്ടെ. ഇവരാണെങ്കിലും ആർക്കും പറയാനൊന്നുമില്ല. രജിത് കുമാറിനെ കാട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് സീസൺ 2 ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, നോക്കാം. നോക്കാം. ആ.